ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷാനി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ബാൽസം ചെടികളുടെ കുറച്ച് വെറൈറ്റികളും അതേപോലെ ബാൽസം ചെടികളുടെ പൂക്കളും അത് എങ്ങനെ നിറയെ പൂക്കൾ വിരിയുന്ന രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാം, അതിൻ്റെ തൈകളൊക്കെ എങ്ങനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാം, എങ്ങനെ നട്ടു വളർത്താം എന്നുള്ളതൊക്കെയാണ് വീഡിയോയിൽ സംസാരിക്കുന്നത്. ഇത് നമ്മുടെ സിംഗിൾ പെറ്റൽസുള്ള ബാൽസം ചെടിയാണ്. നല്ല ഭംഗിയുള്ള ഒരു മിക്സഡ് കളറാണ്, വൈറ്റ് ലൈറ്റ് റോസ് കോമ്പിനേഷനാണ്. അതേപോലെ മറ്റ് വെറൈറ്റികളും ഇതൊക്കെ നമ്മൾ പൂക്കൾ നിറയെ വിരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും മാറ്റി നട്ടു കൊടുക്കുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ പൂക്കൾ കുറവായിരിക്കും, പിന്നീട് അത് ചെടി കേടായി പോവുകയാണ് ചെയ്യുക. ഇത് നമ്മൾ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഹൈബ്രിഡ് ബാൽസം ചെടികളാണ്. ഈ ചെടികളൊക്കെ നമ്മൾ തൈകൾ ഉണ്ടാക്കിയെടുത്ത് അതിൽ പൂക്കൾ ആയി വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു ചെടി നോക്കിയാൽ നമുക്ക് പൂക്കൾ കുറവാണ്, പക്ഷെ നിറയെ ഇലകൾ തഴച്ച് വളർന്നിട്ടുണ്ടായിരുന്നു, പൂക്കൾ നിറയെ വിരിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം ചെടി ഒന്ന് മുരടിച്ചതാണ്. അപ്പോൾ ഈ ഒരു കണ്ടീഷനിലാണ് നമ്മൾ ചെടികൾ മാറ്റി തരേണ്ടത്. ഇതിൻ്റെ തണ്ടുകളൊക്കെ മാറ്റി പുതിയ തൈകളൊക്കെ ഇതിന് നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇതിൻ്റെ തണ്ടുകൾ മുറിച്ച് നട്ടിട്ടോ അല്ലെങ്കിൽ ചുവട്ടും പുതിയ തൈകൾ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടൊക്കെ നമുക്ക് ഇതിൻ്റെ തൈകൾ പുതിയതായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അല്ലാതെ നമ്മൾ ഈ ഒരു രീതിയിൽ തന്നെ വളം ചെയ്ത് കൊടുത്താൽ ഇതിൽ വീണ്ടും പൂക്കളുണ്ടാകുക എന്നുള്ളത് റിസ്ക്കാണ്, ചെടി കേടായി പോകാനൊക്കെയാണ് സാധ്യത. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് റിപ്പോർട്ട് ചെയ്ത് പുതിയ പോട്ടിലേക്ക് മാറ്റിയിട്ടൊക്കെ നമുക്ക് ഈ ഒരു ചെടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് റിപ്പോർട്ട് ചെയ്ത് തൈകളാക്കി എടുക്കുക എന്നുള്ളത് നോക്കാം. വലിയ പോട്ടിലാണ്, നിറയെ തൈകളുണ്ട്. വശത്ത് നിറയെ തൈകളുണ്ട്. ഈ തൈകൾ നമുക്ക് മുഴുവനായിട്ട് ഇളക്കിയെടുത്ത് മാറ്റിയെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ചെടികൾ നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മണ്ണ് വേരുകൾ പൊട്ടാത്ത രീതിയിൽ ഓരോ തണ്ടുകൾ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ബാക്കിയുള്ള വലിയ നീണ്ടുപോയിട്ടുള്ള തണ്ടുകളൊക്കെ കട്ട് ചെയ്തിട്ട് അത് നമുക്ക് വേര് പിടിപ്പിച്ചെടുക്കാവുന്നതാണ്. ഈ ചെടികൾ നടാൻ വേണ്ടിയിട്ടുള്ള പോട്ടി മിക്സാണിത്. നമ്മൾ ചാണകപ്പൊടി മണ്ണും, അതായത് 3/4 ഭാഗത്തിന് മുകളിൽ മണ്ണും ബാക്കി ഭാഗം ചാണകപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതേപോലെ കുറച്ച് ചട്ടികൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ ചട്ടികളിലേക്കാണ് നമ്മൾ തൈകൾ ഓരോന്ന് വെച്ച് കൊടുക്കുന്നത്. ഗ്ലോ ബാഗിലും ചട്ടികളിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഈ ബാൽസം ചെടികൾക്ക് ഈ രീതിയിൽ വേരുകളാണ് ഉണ്ടാകുക. വേരുകൾ അത്ര അധികം ഉണ്ടാവില്ല, മുകൾ ഭാഗത്തായിരിക്കും നിറയെ വേരുകൾ ഉണ്ടാകുക. ഈ വേര് ഇതൊക്കെ മണ്ണൊക്കെ മാറ്റി നമുക്ക് ഓരോ തൈകളാക്കി എടുക്കാം. ഇപ്പോൾ നമുക്ക് ഒരു തൈ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു തൈയായിട്ട് ഒരു ചട്ടിയിലേക്ക് വെച്ച് കൊടുക്കാം. മുകൾ ഭാഗത്തെ തണ്ട് നമുക്ക് മുറിച്ചിട്ട് അതും നമുക്ക് ഒരു വേര് പിടിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ നമുക്ക് മണ്ണിലേക്ക് നട്ടു കൊടുത്ത വേര് പിടിപ്പിക്കുകയൊക്കെ ചെയ്യാം. ഇത് വെള്ളത്തിലേക്ക് നമ്മൾ ആഴ്ച വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലൊക്കെ വേര് വരും. നമുക്ക് കട്ട് ചെയ്തിട്ട് ആ രീതിയിൽ നമുക്ക് ഇതിൻ്റെ തൈ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഈ രീതിയിൽ നമുക്ക് എല്ലാ ചെടികളും ഓരോന്നായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഇതേപോലെ തൈകളാക്കി എടുത്തിട്ടുണ്ട്. ചെറിയ തൈകളടക്കം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ നട്ട് കൊടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വീണ്ടും നിറയെ തൈകൾ ചുവട്ടുന്ന് പൊട്ടി മുളച്ച് പെട്ടെന്ന് പിടിച്ച് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ ഈസി ആയിരിക്കും. നമ്മളിതിപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടെങ്കിൽ ഈ ചെടികളൊക്കെ നശിച്ചു പോകാനാണ് സാധ്യത. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗത്തുള്ള കൊമ്പുകളൊക്കെ മുറിച്ച് കൊടുക്കാം. ഇങ്ങനെ നീണ്ടുപോയിട്ടുള്ള എല്ലാ കൊമ്പുകളും ശാഖകളും നമ്മൾ മുറിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ മുറിച്ചെടുത്ത തണ്ടുകൾ കുറച്ച് വാട്ടർ പാൻ്റ് ആയിട്ട് എടുക്കുകയാണ്. ഇത് നമുക്ക് ഡയറക്റ്റായിട്ട് മണ്ണിലേക്ക് കുഴിച്ചിട്ടാലും ഉണ്ടാവും, ഇല്ലെങ്കിൽ നമ്മൾ പറയുന്ന വാട്ടർ പാൻ്റായിട്ട് ഇതിൻ്റെ ചുവടുവശത്ത് വേരുകൾ കുറച്ച് വന്നതിന് ശേഷം നമുക്ക് പുതിയ പോട്ടിലേക്ക് വെച്ച് കൊടുത്താൽ പെട്ടെന്ന് തന്നെ പിടിച്ച് കിട്ടും. എന്നാലും ബാൽസം ചെടികൾ നമുക്ക് വേര് പിടിപ്പിക്കാൻ കുറച്ച് റിസ്ക് ആയിരിക്കും, വേനൽക്കാലം ആയതുകൊണ്ട്. മഴക്കാലമാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിലൊക്കെ പെട്ടെന്ന് തന്നെ വേര് പിടിച്ച് കിട്ടുന്നതാണ്. റൂട്ടിംഗ് ഹോർമോണൊക്കെ പുരട്ടി നമ്മൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ വേര് പിടിച്ച് കിട്ടുന്നതാണ്. സാഫോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും റൂട്ടിംഗ് ഹോർമോണുകൾ നമുക്ക് അതിന് ഉപയോഗിക്കാം. ഇതിപ്പോൾ നമ്മൾ ഈ ഒരു പാട്ടിൽ നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്, അതിലേക്കാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒരാഴ്ച കഴിയുമ്പോൾ ഇത് ചുറ്റുവശത്ത് ചെറിയ വേരുകൾ വരാൻ തുടങ്ങും. അപ്പോൾ തന്നെ നമുക്ക് ഇത് മാറ്റി കണ്ടാവുന്നതാണ്. അപ്പോൾ കട്ട് ചെയ്തിട്ടുള്ള ബാക്കിയുള്ള ഇതിൻ്റെ അടിവശത്തുള്ള ഈ തൈകളടക്കം നമ്മൾ പോട്ടിലേക്ക് ഇതേപോലെ വെച്ച് കൊടുക്കുകയാണ്. ഇനി കുറച്ച് മണ്ണും കൂടി ഇട്ട് കൊടുത്ത് സെറ്റ് ചെയ്തെടുക്കുകയാണ്. നമുക്ക് വേണമെങ്കിൽ ഈ തൈകളൊക്കെ അടർത്തി മാറ്റി ആ രീതിയിലും വെച്ച് കൊടുക്കാം. പക്ഷെ നമ്മൾ ഈ ഒരു രീതിയിൽ തന്നെയാണ് വെക്കുന്നത്. ഇതാകുമ്പോൾ ഒന്നും കൂടി പിടിച്ച് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. ഈ ഒരു തൈ കൂടെ നമ്മൾ ഇതിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ബാക്കി ഭാഗം മണ്ണിട്ട് കൊടുക്കാം. നമ്മൾ നട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് നനച്ച് കൊടുത്താൽ മാത്രം മതി. നമ്മളിതിന് ഷെയ്ഡിലാണ് വെച്ച് കൊടുക്കുന്നത്. ഒരാഴ്ച നമ്മൾ ഷെയ്ഡിൽ വെച്ചതിന് ശേഷം മാത്രം ചെറിയൊരു വെയിലുള്ള സ്ഥലത്തേക്ക് മാറ്റി വെച്ച് കൊടുത്താൽ മതി.
ഇനി ബാക്കി കട്ടിങ്ങൾ കൂടി നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ നമ്മുടെ ബാക്കി പോട്ടുകളിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മൾ കുറച്ച് ഗ്രോ ബാഗിലും വെച്ച് കൊടുക്കുന്നുണ്ട്. ബാക്കി വരുന്ന കട്ടിങ്ങൾ നമ്മൾ മറ്റൊരു പോട്ടിൽ ഇതേപോലെ മണ്ണ് നിറച്ച് നട്ട് കൊടുക്കുകയാണ്. അതും നമ്മൾ പോട്ടി മിക്സ്, ചാണകപ്പൊടിയും മണ്ണും മിക്സ് ചെയ്തിട്ടുള്ള പോട്ടി മിക്സ് തന്നെയാണ്. പോട്ടിൽ ഹോളുകൾ ഉള്ള പോട്ട് വേണം നമ്മൾ എടുക്കാൻ. വെള്ളം കെട്ടി നിന്നാലും ബാൽസം ചെടികൾ കേടായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നട്ടു കൊടുത്തിട്ടുള്ള ചെടികളൊക്കെ നനച്ച് കൊടുത്തിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് നമ്മുടെ ബാൽസം ചെടികൾ നടുന്ന സമയത്ത് ശ്രദ്ധിക്കാനുള്ളത്. ഇതിന് നല്ല ഹെൽത്തി ആയിട്ട് വളരുകയും ചെയ്യും. നമ്മളൊരു പോട്ടിൽ നിന്ന് തന്നെ നിറയെ പോട്ടുകളിലേക്ക് മാറ്റി വയ്ക്കുകയും ചെയ്യും. വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ കാണുന്നത് എല്ലാവർക്കും